ഇത് സർക്കാരിന്റെ കുടിവെള്ള കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒരു കുടിവെള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ആവിഷ്കരിച്ചാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ അന്നത്തെ ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. 50 ലക്ഷം രൂപ മുടക്കി ഇതെല്ലാം കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞു. ഈ കുടിവെള്ള പദ്ധതി കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ളവർക്ക് കുറെ ആൾക്കാർക്ക് ജോലി നൽകുക. കടശ്ശേരി മേഖലയിൽ, ഇത് പിറവന്തൂർ പഞ്ചായത്തിലെ കടശ്ശേരി മേഖല എന്ന് പറയുന്ന കടശ്ശേരി വാർഡാണ്. ഈ ജോലി നൽകുക, അതോടൊപ്പം കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് കുടിവെള്ളം നമ്മുടെ കേരളത്തിലെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അന്നത്തെ പദ്ധതി അനുസരിച്ച് ഇവിടുത്തെ MLA ആവിഷ്കരിച്ച ഒരു പദ്ധതി കൊണ്ടുവന്നാണെന്ന്. പക്ഷേ ഇന്ന് വരെ നടപ്പിലാക്കുവാൻ, അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ പ്രദേശമാകെ കാട് പിടിച്ച് നശിച്ച് നാറാണക്കല്ലായി പന്നിയും ആനയും ഇറങ്ങിക്കിടക്കുന്ന 50 ലക്ഷം രൂപ മുടക്കിയ ഒരു പ്രസ്ഥാനമാണ്. ബാക്കി പണം കൂടെ മുടക്കി ഈ ആൾക്കാർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ, ഈ കിഴക്കൻ മലയോര മേഖലയിൽ പ്രയോജനപ്പെടുത്താൻ ഇവിടുത്തെ ആർക്കും തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് 50 ലക്ഷം രൂപ മുടക്കിയിട്ടിരിക്കുന്ന ഈ കെട്ടിടത്തിൽ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കാട്ടുപന്നികളെയും കാട്ട് ആനകളുടെയും ഒരു കൂട്ടമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. 50 ലക്ഷം രൂപ മുടക്കിയാണ് ഈ സ്ഥാപനം പണിഞ്ഞിരിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ് കാണിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ കാണിക്കുന്ന അവഗണനയാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്. അതുകൊണ്ട് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അധീനതയിൽ പണിഞ്ഞിരിക്കുന്ന 50 ലക്ഷം രൂപ മുടക്കി നാമാവശേഷമാക്കിയിട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇത് പ്രവർത്തനം തുടങ്ങാൻ കഴിയാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അറിയിക്കാനാണ് ഇവിടെ കൂടിയത്. കണ്ടില്ലേ, ഇത് ഈ വർഷങ്ങളായി ഇത് വൃത്തികേടായി കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ആളുകൾ ഇവിടെ വന്നിരുന്ന് കണ്ടോ, അവശിഷ്ടങ്ങളൊക്കെ കേട്ട് മലവിസർജനം നടത്തി അവശിഷ്ടങ്ങൾ കേട്ട് അതിന്റെ ഈ ചെപ്പും ചവറുമാണ് കാണുന്നത്. അപ്പം ഇതൊരു പ്രത്യേക മേഖലയായി തിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലവിലുള്ളത്. അപ്പൊ ഇപ്പൊ ഈ നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി ഈ കുടിവെള്ള പദ്ധതി ഇവിടെ ആരംഭിക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിക്കണം, ഗവൺമെന്റ് നടപ്പിലാക്കണം. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് 50 ലക്ഷം രൂപ മുടക്കിയിട്ടിരിക്കുകയാണ്. ഈ കെട്ടിടങ്ങൾ പണിഞ്ഞ് ഒരു പ്രയോജനമില്ല കിടക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെടണ്ടേ? KFDC എന്ന് പറയുന്ന സ്ഥാപനം ഇടപെടണ്ടേ? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു സർക്കാരിന്റെ സ്ഥാപനമില്ലയോ? എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? ഈ നാട്ടിൽ എത്രയോ പേർക്ക് ജോലി കിട്ടിയെന്നെ, എനിക്ക് കുടിവെള്ളം കിട്ടത്തില്ലേ? അപ്പൊ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അത് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.